അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് മൈ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വന്നിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാക്കറ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ സാമ്പാർ പൊടി അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൂടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് വല്ലതും ഇങ്ങനെ ഇട്ട് വെക്കുന്നതാണ് പതിവ്. ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റായിട്ട് മടക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ എടുത്ത് വെക്കുകയല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ട്രിക്ക് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കത്തി ഇതുപോലെ എടുത്തിട്ട് ഗ്യാസിൻ്റെ പുറത്ത് ഇങ്ങനെ കാണിച്ച് അതൊന്ന് ഒരുപാട് വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ വെക്കണം. ഇതുപോലെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ നന്നായിട്ട് ഈ കത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. കത്തി വന്നിട്ട് നമ്മൾ ഒരുപാട് ചൂടാക്കാൻ പാടില്ല. ചൂടാക്കിയാൽ ഈ പ്ലാസ്റ്റിക് ഉരുകിപ്പോവും. കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ കണ്ടോ ഇത് മൊത്തം ഇത് ഒട്ടിപ്പിടിച്ച് ഇവിടെ ഈ ഭാഗത്ത് ഈ കത്തി വെച്ച ഭാഗത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കണ്ടോ സീലായിട്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് അങ്ങനെ എടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഇത് എളുപ്പമുള്ള ഇങ്ങനത്തെ കത്തിയേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ പഴയ കാലത്തെ കത്തി ഉണ്ടല്ലോ, ഇരുമ്പൊക്കെ വെച്ചിട്ടുള്ളത്, അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് ചൂടാക്കരുത്. ചൂടാക്കിയാൽ ഈ പ്ലാസ്റ്റിക് ഉരുകിപ്പോവും. നമുക്ക് കറക്റ്റായിട്ട് അത് കൈ പൊള്ളാതെ നോക്കണം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡൊന്നും ഇടാതെ തന്നെ ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതൊന്ന് നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കുറേ ദിവസമായി വീടിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ മാലയിന്ന് നല്ല ഉത്സാഹമായിട്ട് ജനലും മാറാലയൊക്കെ അടിച്ച് നല്ലതായിട്ട് വൃത്തിയാക്കി അവർ വന്നിട്ട് നന്നായിട്ട് ഇവിടെ ക്ലീനിങ് ജോലികളൊക്കെ അവർ ചെയ്യും. അപ്പോൾ പലതവണ പിന്നെ ഉണങ്ങിയ തുണി വെച്ചിട്ടും പെയിൻറ്റ് ബ്രഷൊക്കെ വെച്ച് തട്ടി ചൂല് വെച്ച് തട്ടി തുണി വെച്ച് തുടച്ച് അപ്പം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫർണിച്ചറും ഒക്കെ മാറ്റിയിട്ട് അടിപൊളി ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ടുപോലെ ഇത്രയും നേരം അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് ഒരുപാട് ഒരു 2-3 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഈ ഒറ്റ ഒരു റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് എല്ലാ ഫർണിച്ചറും കസേരകളും കട്ടിലും ഒക്കെ തുടച്ച് തൂത്ത് അവർക്ക് വന്നിട്ട് അതൊന്നും ഈ പൊടിയൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എത്ര നേരമാണെങ്കിലും ക്ഷമയായിട്ട് നിന്ന് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ക്ലീനിങ് വർക്കൊക്കെ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ സാധാരണ ഈ ഗ്ലാസ് ഒക്കെ വന്നിട്ട് നമ്മൾ നല്ല ഈ ഗ്ലാസ് ക്ലീനറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഗ്ലാസ് ക്ലീനറൊക്കെ വെച്ച് തുടച്ചിട്ട് പിന്നെ ഈ കറകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലോഷനൊക്കെ വിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ ഏഞ്ചൽ ഞാൻ ഫോണും വെച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ അവൾക്കൊരു സംശയം, ഇനിയിപ്പോൾ ഷൂട്ടിങ് വല്ലതും നടക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് അഭിനയിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി പോസൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് കമൻസൊക്കെ അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.